തപാൽ വോട്ടുകളാണുള്ളത്. അവിടെയാണ് 103ന്റെ ലീഡ് സി കൃഷ്ണകുമാറിന്. യെസ്, പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പുറമെ ദേശീയ തലത്തിൽ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നേരിട്ടുള്ള പ്രതിനിധികളാണ് ഞങ്ങൾക്ക് അവിടെ ഉള്ളത്. ഏറ്റവും വേഗത്തിലുള്ള അപ്ഡേഷൻ, ഔദ്യോഗിക ഫല സൂചനകൾക്ക് മുമ്പ് തന്നെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യതയാർന്ന അപ്ഡേഷനിലാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ശ്രദ്ധിക്കുക, ന്യൂസ് 18 ഫോളോ ചെയ്യുക. ഇതാ അപ്ഡേഷൻ ഇങ്ങനെയാണ്. പാലക്കാട് 103 വോട്ടുകൾക്ക് BJP മുന്നിൽ നിൽക്കുന്നു. ചേലക്കരയിൽ 166 വോട്ടുകളായി ഇടതുമുന്നണി ലീഡ് നിലനിർത്തുന്നു. തപാൽ വോട്ടുകളിൽ 103ന്റെ ലീഡാണ് ഇപ്പോൾ BJPക്കുള്ളത്. ഇതൊരു ട്രെൻഡായി മാറുമോ എന്നുള്ളതാണ്. എന്തായാലും പാലക്കാട് നഗരസഭ എണ്ണുമ്പോഴും ഈ സൂചനയിൽ മാറ്റമുണ്ടാകില്ല എന്ന് വേണം ഇപ്പോൾ കരുതാൻ, അല്ലേ സൈത്തെ? ആദ്യ റൗണ്ട് ഒന്ന് വരട്ടെ, ആദ്യ റൗണ്ട് എണ്ണട്ടെ, അപ്പോൾ അറിയാം BJP അവിടെ മുന്നേറ്റം തുടരുമോ എന്നുള്ള കാര്യം. ചേലക്കരയിൽ 65 വോട്ടുകൾക്ക് ലീഡ് കുറഞ്ഞു, അല്ലേ? ചേലക്കരയിൽ 65 വോട്ടുകൾക്ക് UR പ്രദീപ് ലീഡ് ചെയ്യുകയാണ്. ഇപ്പോഴും പോസ്റ്റൽ ബാലറ്റുകൾ സാധാരണ LDFിനാണ് കൂടുതൽ അനുകൂലമായിട്ട് വരുന്നത്. ഇത്തവണയും ചേലക്കരയിൽ അതിന് മാറ്റമില്ല. പക്ഷേ പാലക്കാട് അങ്ങനെയല്ല. 103 വോട്ടുകൾക്ക് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് BJP ആണ്. യെസ്, അതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം. തപാൽ വോട്ടുകൾ, തപാൽ ഹോം വോട്ടുകളുടെ ചിത്രമാണ് ഈ വരുന്നത്. 103 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് പാലക്കാട് BJP ആണ്. വയനാട്ടിൽ 4037 വോട്ടുകളായി പ്രിയങ്ക ഗാന്ധി ലീഡ് നില ഉയർത്തുന്നു. അതേസമയം UR പ്രദീപും ചേലക്കരയിൽ തപാൽ വോട്ടുകളിലെ മേധാവിത്വം തുടരുകയാണ്. 65 വോട്ടുകളാണ് അവിടെയും സാഹചര്യം. ഇത് തപാൽ ഹോം വോട്ടുകൾ മാത്രമാണ്. EVM മെഷീന്റെ വോട്ടുകൾ കൗണ്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പ്രേക്ഷകർ ഓർക്കണം, ഓരോ ബൂത്തുകളുടെയും സാഹചര്യങ്ങളും രാഷ്ട്രീയ സ്വഭാവവും വ്യത്യസ്തമാണ്. പാലക്കാടിന്റെ നഗരസഭാ മേഖലകളിലെ ആദ്യ കൗണ്ടിംഗ് ട്രെൻഡുകൾ പുറത്തു വന്നിട്ടില്ല. അത് ഉടൻ തന്നെ എത്തും. അപ്പോൾ ആര് മുന്നിലെന്ന സൂചനയാണ്. അവിടെ BJPയുടെ മേധാവിത്വമാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം നഗരസഭ BJPയുടെ കയ്യിലാണ്. BJPക്ക് മേൽക്കൈ ഉണ്ടാകുമെന്ന കാര്യം എതിർ ചേരികൾ LDFും UDFും ഒരേപോലെ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് എത്ര കണ്ട് മുന്നേറാം പാലക്കാട് നഗരമേഖലകളിൽ BJPക്ക് കഴിയുമെന്നത് പ്രധാനപ്പെട്ടതാണ്. പാലക്കാട് നഗരത്തിൽ എന്ത് മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് കഴിയും. പാലക്കാട് 2ാം സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. പാലക്കാട് 103 വോട്ടുകളുമായി BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുന്നിൽ നിൽക്കും. ഇപ്പോഴും സി കൃഷ്ണകുമാറിന്റെ ലീഡ് 103ൽ തുടരുകയാണ്. വോട്ടിംഗ് മെഷീനുകൾ ടേബിളിൽ നിരത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം ആദ്യ റൗണ്ടിന്റെ സൂചന അറിയാം. അതിനുവേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ 52 വോട്ടുകളുടെ ലീഡ് പാലക്കാട്. 52 വോട്ടുകൾക്ക് BJP ലീഡ്. 240 ചേലക്കരയിലെ ലീഡ് LDFിന്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി 4037. അതാണ് ചിത്രം. ചേലക്കരയിൽ ഇടതുമുന്നണി ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. പാലക്കാട് BJP തപാൽ വോട്ടുകളിൽ മുന്നേറ്റം തുടരുന്നു. 52 വോട്ടുകളിൽ സി കൃഷ്ണകുമാർ. വയനാട്ടിലേക്ക് നോക്കൂ. വയനാട്ടിൽ 4037 ലീഡ് നില പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ലീഡിനെ മറികടക്കുമോ സഹോദരി? ശ്രദ്ധിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ദേശീയ തലത്തിൽ എല്ലാവരുടെയും കണ്ണുകൾ വയനാട്ടിലേക്ക്. വയനാടും പ്രധാനപ്പെട്ടതാണ്. ചേലക്കരയിൽ 240 വോട്ടുകളുമായി മുന്നേറ്റം തുടരുന്നു. തപാൽ ഹോം വോട്ടുകളിൽ ഇടതുമുന്നണി UR പ്രദീപ്. പാലക്കാട് ഇടതുമുന്നണി ഇപ്പോൾ ചിത്രത്തിലില്ല. പാലക്കാട് തപാൽ വോട്ടുകളിലടക്കം പിന്നിലാണ്. 3ാം സ്ഥാനത്താണ് ഇടതുമുന്നണി. പി ശരൺ. ഇതാ നോക്കൂ, പാലക്കാട് 52 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുന്നേറ്റം തുടരുകയാണ്. 52 വോട്ടുകൾക്കാണ് ലീഡ്, അല്ലേ? 52 വോട്ടുകൾക്ക് ലീഡ് നില അദ്ദേഹം നിലനിർത്തുകയാണ്. ഇതാ നമുക്ക് പ്രതീക്ഷിക്കാം. EVM വോട്ടുകളുടെ റിസൾട്ട് ഇതാ വന്നു തുടങ്ങിയാണ്. വേഗത്തിൽ നമുക്ക് ഫലം വന്നു തുടങ്ങും. കഴിഞ്ഞ തവണ തുടക്കത്തിൽ തന്നെ ഈ ശ്രീധരൻ തപാൽ വോട്ടുകളിലൂടെ ലീഡ് പിടിച്ചു തുടങ്ങിയതാണ്. അത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. 26 വോട്ടുകൾക്ക് ഇപ്പോഴും BJP ലീഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ തവണയും BJPക്കായിരുന്നു തപാൽ വോട്ടുകളിൽ ലീഡ് ഉണ്ടായിരുന്നത്. തുടക്കത്തിലെ ഈ ശ്രീധരന്റെ ലീഡ് തപാൽ വോട്ടുകളിലായിരുന്നു. അതിനുശേഷം 1ാം റൗണ്ട് മുതൽ ലീഡ് നിലനിർത്തുകയായിരുന്നു ഈ ശ്രീധരൻ. അതിന് സമാനമായി മാറുകയാണോ സി കൃഷ്ണകുമാറിന്റെ ലീഡ് എന്നതാണ് ഇത്തവണ അറിയുവാനുള്ളത്. യെസ്, അതാണ് സാഹചര്യം. നോക്കൂ, പാലക്കാട് BJPയുടെ ലീഡ് നിലയിൽ മാറ്റമുണ്ടാകുന്നു. 26 വോട്ടുകളായി തപാൽ വോട്ടുകളുടെ ലീഡ് നില BJPക്ക് കുറയുന്നു. ചേലക്കരയിൽ 240 137 പുതിയ അപ്ഡേറ്റ്. 137 ചേലക്കരയിൽ ഇടതുമുന്നണിയുടെ ലീഡ് നില കുറയുന്നു. മാറി മറിയുന്ന തപാൽ വോട്ടുകളുടെ സൂചന. അപ്പോൾ തപാൽ വോട്ടുകളിൽ LDFിനുള്ള പരമ്പരാഗതമായ സ്വാധീനം അതും കുറയുകയാണോ സജിത്ത്? കഴിഞ്ഞ തവണ 2021 ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും LDFിനായിരുന്നു തപാൽ വോട്ടുകളിൽ ലീഡ്. പാലക്കാട് മറിച്ചായിരുന്നു. ഈ ശ്രീധരൻ BJP ആയിരുന്നു. EVM എണ്ണ തുടങ്ങി പാലക്കാട്. ആദ്യ റൗണ്ട് ഉടനെത്തും. 14 ബൂത്തുകളിലെ ഉടൻ തന്നെ ആദ്യ റൗണ്ട് സൂചന ഇപ്പോൾ തന്നെ എത്തിത്തുടങ്ങും. അതിൽ BJP ആണോ UDF ആണോ LDF ആണോ പാലക്കാട് ലീഡ് ചെയ്യുന്നത്? ചേലക്കരയിൽ എന്തായിരിക്കും
ശരിക്കും പ്രിയങ്ക ലീഡ് ഉയർത്തുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നു. അങ്ങനെ 147 വോട്ടുകൾക്കാണ് തപാൽ വോട്ടുകളുടെ അന്തിമമായി എന്ന് പറയാം അല്ലെ. 921 തപാൽ വോട്ടുകളിൽ അവസാന 961 തപാൽ വോട്ടുകളിൽ 147 വോട്ടിന്റെ ലീഡ് ബിജെപിക്ക് പാലക്കാട് EVM എണ്ണി തുടങ്ങി. വളരെ വേഗത്തിൽ ഇതാ വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള ജനവിധി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. EVM മെഷീനുകൾ പാലക്കാട് കൗണ്ട് ചെയ്തു തുടങ്ങി. 147ന്റെ ലീഡാണ് ഇപ്പോൾ. ചിത്രം മാറുമോ? EVM മെഷീൻ പറയാൻ പോകുന്ന ജനവിധി എന്താണ്? ചേലക്കരയിൽ 410 വോട്ടുകളായി ലീഡ് നിലയുയരുന്നു. ചേലക്കരയിലും EVM മെഷീനുകൾ കൗണ്ട് ചെയ്തു തുടങ്ങിയോ? എന്താണ് നൽകുന്ന ട്രെൻഡുകൾ, സൂചനകൾ? കേരളം കാത്തിരിക്കുന്ന ജനവിധി 7000 വോട്ടുകൾ എണ്ണാൻ എടുത്തിരിക്കുകയാണ്. ഏതാണ്ട് 6900ഓളം വോട്ടുകളാണ് ആദ്യ റൗണ്ടിൽ എണ്ണാൻ പോകുന്നത്. 14 മെഷീനുകളിലായി ഒളിച്ചിരിക്കുന്നത് ആർക്കുള്ള വോട്ടുകളാണ്? വയനാട്ടിൽ ഇപ്പോഴും പ്രിയങ്ക മുന്നിൽ. 147ആണ് പാലക്കാട്ടെ കണക്ക് ഇപ്പോൾ വരുന്നത്. എന്തായാലും ആദ്യ റൗണ്ടിൽ ആദ്യ 14 ബൂത്തുകൾ പാലക്കാട് നഗരസഭയുടെ പരിധിയിൽ വരുന്ന ബിജെപിയുടെ ശക്തി കേന്ദ്രത്തിലെ ആദ്യ 14 ബൂത്തുകൾ എണ്ണുമ്പോൾ എങ്ങനെയായിരിക്കും ലീഡ് എന്നുള്ളത് അതിനിർണായകമാണ്. കഴിഞ്ഞ തവണ ഇപ്പോൾ ചേലക്കരയിലെ ഒന്നാം റൗണ്ട് എത്തിക്കഴിഞ്ഞു. 1064 വോട്ടുകൾക്ക് ചേലക്കരയിൽ UR പ്രദീപ് മുന്നിൽ. വരവൂർ പഞ്ചായത്താണ് എണ്ണുന്നത്. വരവൂർ ശക്തി കേന്ദ്രമാണ് LDFന്റെ. അവിടെയാണ് ഇപ്പോൾ ഒന്നാം റൗണ്ട് എണ്ണുന്നത്. അവിടെയാണ് ലീഡ്. ചേലക്കരയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്നു. 1064 വോട്ടുകൾക്ക് ചേലക്കരയിൽ UR പ്രദീപ് രമ്യ ഹരിദാസിനേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. അതെ, വരവൂർ പഞ്ചായത്താണ് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ്. 1 മുതൽ 14 ബൂത്തുകളിലെ കൗണ്ടിംഗ് ആണ് പുരോഗമിക്കുന്ന. അവിടുന്നുള്ള ഫലസൂചനകൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഒരു അട്ടിമറിയുടെ സൂചന ചേലക്കരയിൽ ഇല്ല എന്ന സൂചനയാണോ? നമുക്ക് വിലയിരുത്താറായില്ല. അല്പം കൂടി കാത്തിരിക്കാം. 1064 വോട്ടുകൾക്കാണ് ചേലക്കരയിൽ. പഞ്ചായത്തുകളും LDFന് അനുകൂലമാണ് ചേലക്കരയിൽ. അങ്ങനെ വരുമ്പോൾ അത്ഭുതകരമല്ല. UR പ്രദീപിന് ലീഡ് നിലനിർത്തിയേ പറ്റുകയുള്ളൂ. ചേലക്കരയിലെ വരവൂർ പഞ്ചായത്തിൽ അവിടുന്നുള്ള ആദ്യ സൂചന 1064 വോട്ടുകൾക്ക്. ഇത് മതിയാകുമോ ലീഡ് നിലനിർത്തിക്കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. പാലക്കാട് നഗരസഭയിലെ ആദ്യ ലീഡ് നില അല്പസമയത്തുള്ളിൽ വരും. എത്ര വോട്ടുകളുടെ ലീഡ് നേടുവാൻ ബിജെപിക്ക് കഴിയും? ലീഡ് കുറയുമോ? ഈ ശ്രീധരൻ 2000-ലേറെ വോട്ടുകൾക്ക് ആദ്യ റൗണ്ടിൽ ലീഡ് പിടിച്ചതാണ് 2021. അത് ആവർത്തിക്കുവാൻ കഴിയുമോ? സി കൃഷ്ണകുമാറിന് പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള ആദ്യ 14 ബൂത്തുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തപാൽ വോട്ടുകളുടെ എണ്ണത്തിൽ 87 വോട്ടുകൾക്കാണ് ഇപ്പോൾ കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. അതാണ് പാലക്കാടിൽ EVM മെഷീന്റെ ഫലങ്ങൾ വരാനുണ്ട്. ചേലക്കരയുടെ വേഗത്തിലുള്ള അപ്ഡേഷൻ പാലക്കാട് നടക്കുന്നില്ല. അതാണ് ചിത്രം. പാലക്കാട് തപാൽ ഹോം വോട്ടുകളിൽ 87 വോട്ടുകളുടെ ലീഡുമായി BJP തന്നെയാണ് മുന്നിലാണ്. ഇനി വരാൻ പോകുന്ന EVM മെഷീനുകളാണ് 1 മുതൽ 14 ബൂത്തുകൾ വരെ എണ്ണുന്നു. അതായത് പാലക്കാട് നഗരസഭയുടെ നോർത്ത് ഭാഗം ഉൾപ്പെടുന്ന 1 മുതൽ 14 ബൂത്തുകളാണ്. 104 ബൂത്തുകളാണ് ആകെ നഗരസഭാ പരിധിയിൽ വരുന്നത്. ആദ്യ റൗണ്ടുകൾ മുതൽ തന്നെ നിർണായകമാണ്. BJP അവരുടെ മേധാവിത്വം നിലനിർത്തണം. കഴിഞ്ഞ തവണ ആദ്യ റൗണ്ടിൽ 3658 വോട്ടുകൾ BJP സമാഹരിച്ച ഇടത്ത് ഇത്തവണ ആ വോട്ട് നിലനിർത്താൻ അവർക്ക് കഴിയുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതുവരെയും പാലക്കാട് അപ്ഡേഷൻ വേഗത്തിൽ